നമസ്തേ. നവയുഗ ആത്മീയതയുടെ വീക്ഷണത്തിൽ നോക്കുന്ന സമയത്ത് ഒരു യൂണിവേഴ്സൽ ലോങ് ടൈം ആയിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു പാരഡൈം ഷിഫ്റ്റ്, ഒരു ഷിഫ്റ്റ് ഈസ് ഹാപ്പനിങ്, ഒരു മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഭാരതീയ ദർശനങ്ങളിലൂടെ നോക്കുകയാണെങ്കിൽ ദ്വാപരയുഗ കാലഘട്ടത്തിൽ നിന്നും ട്രാൻസ്ഫോർമേഷന് വിധേയമായിക്കൊണ്ട് മനുഷ്യന്റെ സ്വഭാവം മുതൽ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ വരെ ഇന്ന് കലിയുഗത്തിൽ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ചില ആളുകൾ കലിയുഗം കഴിഞ്ഞു എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ കണക്ക് കൂട്ടലുകളെക്കാൾ പ്രധാനമായിട്ട് അടയാളങ്ങളാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്. വർത്തമാനപരമായിട്ടുള്ള നമ്മളുടെ ചുറ്റിനുമുള്ള കാര്യങ്ങളെയാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കണം. കാരണം ആധുനിക ശാസ്ത്രത്തിന് പോലും കണക്കുകൾ തെറ്റുകയാണ്. പിന്നെയാണ് നമുക്ക് രേഖപ്പെടുത്തി എന്ന് കരുതി ഒരു കാര്യത്തിൽ കണ്ണടച്ച് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ആധുനിക ശാസ്ത്രത്തിൽ പോലും പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് മാറ്റി പറയുന്ന അവസരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു റിസർച്ച് നടക്കുന്ന സമയത്ത് ഒരുപാട് എക്സ്ട്രേനിയസ് വേരിയബിൾസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ആക്സിഡന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ റിസൾട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. പിന്നീട് സാഹചര്യങ്ങൾ മാറുന്ന സമയത്ത് ആ റിസൾട്ടിലും മാറ്റം വന്നേക്കാം. ഒരു മനുഷ്യായുസ് മുഴുവനൊന്നും തികയാതെ വരും ചില കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ. അപ്പൊ പിന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നാൽ നടക്കുവോ? തീർച്ചയായിട്ടും നടക്കുകയില്ല. ഏതെങ്കിലും അവൻ പറയുന്ന കണക്കും കാര്യങ്ങളും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കില്ല. നമുക്ക് ആകെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റിനും വർത്തമാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ പ്രതി നമ്മൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള പെർസെപ്ഷൻ, നമ്മളുടെ നിരീക്ഷണം, നമ്മളുടെ ഫെനോമെനോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, ഇതിന്റെ എല്ലാം പുറത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ടുള്ള നമ്മളുടെ യാഥാർത്ഥ്യം, നമ്മളുടെ ബ്രെയിൻ അതിന്റെ സഹായത്തോടു കൂടി, നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതായിട്ടുള്ള, നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നതായിട്ടുള്ള സ്കീമാസ്, നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതായിട്ടുള്ള ആ ഒരു ലെവൽ ഓഫ് പെർസെപ്ഷൻ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്തെടുക്കുന്നതായിട്ടുള്ള ഇതിന്റെ കൂടെ ഇൻസൈറ്റ്, അറിവും ആത്മാവിൽ നിന്നുള്ള നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ഈ ഒരു ഊർജം, അല്ലെങ്കിൽ ഈ ഒരു വിസ്ഡം, ഈ ഒരു ജ്ഞാനവും കൂടി ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്നതായിട്ടുള്ള കോൺഷ്യസ്നെസിന്റെ വികസിതമായിട്ടുള്ള അവസ്ഥ, ഇതിനെയൊക്കെ പ്രതിയാണ് നമുക്ക് കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുക. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഏതാനും വർഷങ്ങൾ മാത്രം ഈ ഭൂമിയിലുള്ള ഒരു അവസ്ഥയാണ് നമുക്കിന്നുള്ളത്. അപ്പൊ കലിയുഗ കാലഘട്ടത്തിന്റെ ഒരു പീക്ക് ലെവൽ എന്നൊക്കെ പറയുന്നത് നമ്മളൊന്നും ഇങ്ങനെ സുഖമായിട്ടിരിക്കും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. കാരണം അത് അത്ര കണ്ട് പരീക്ഷണത്തിന്റെ ഒരു അവസ്ഥ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അപ്പൊ ആ സമയത്തിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള അവസ്ഥ വരുന്നതിനെ കുറിച്ച് ഹൈന്ദവ പുരാണങ്ങളിൽ അല്ലെങ്കിൽ പ്രാചീന ഗ്രന്ഥങ്ങളിൽ, അതുപോലെ തന്നെ ബൈബിളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഖുറാനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒക്കെ നമുക്ക് അടയാളങ്ങൾ വിശദീകരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും, ലോകത്തിന്റെ അവസാനം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട്. പക്ഷെ കലിയുഗ കാലഘട്ടത്തിന്റെ അടയാളങ്ങളാണ് നമ്മൾ ചുറ്റിനുമായിട്ട് നോക്കേണ്ടത്. ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നതിന് അപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള ഇൻസൈറ്റിന്റെ ബേസിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് മാറ്റം എന്ന് പറയുന്നത് സദാസമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. എ പാരഡൈം ഷിഫ്റ്റ് ഈസ് ഹാപ്പനിങ്. കലിയുഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊരു ഗോൾഡൻ ഏജ് വരും എന്നുള്ള രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത്. ആ സമയത്ത് ഭൗതികമായിട്ടുള്ള അവസ്ഥയിൽ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവ് തന്നെയാണ്. അത് ഇനിയും വർഷങ്ങൾ എടുക്കുന്നതായിട്ടുള്ള ഒരു സമസ്യയാണ്. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ വർത്തമാനത്തിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ഈ വർത്തമാന കാലഘട്ടം ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കലിയുഗത്തിന്റെ ഓരോ സ്വഭാവങ്ങളും വർദ്ധിച്ചു വരുന്നത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ശാസ്ത്രീയമായിട്ട് വളരുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഭൂമിയുടെ അവസ്ഥകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ടോ? പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വഭാവത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണോ നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണോ ഉണ്ടാകുന്നത്? മനുഷ്യൻ കൂടുതൽ സ്വാർത്ഥമതികളാകുകയാണോ അതോ പരസ്പരം സഹകരിക്കുന്ന അവസ്ഥയാണോ ഉണ്ടാകുന്നത്? ഒരുത്തനെ സഹായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് അതിനെ പബ്ലിസിറ്റി ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥയാണോ ഇന്ന് കൂടി വരുന്നുണ്ടോ? അത് കുറഞ്ഞു വരികയാണോ? ഇതൊക്കെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യനും മനുഷ്യബന്ധങ്ങളിൽ പരസ്പരം കാണിക്കുന്നതായിട്ടുള്ള ആത്മാർത്ഥത എന്ന് പറയുന്ന സംഗതി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? മനുഷ്യ സ്നേഹം ഇന്ന് എന്തിൻ്റെങ്കിലുമൊക്കെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളത് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഭൗതിക ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് അത്താണിയായിട്ടുള്ളത് നമ്മുടെ കർമ്മം മാത്രമാണ്. കർമ്മമാണ് ഈശ്വരൻ എന്ന് വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കർമ്മത്തിലൂടെ, സത്യത്തിലൂടെ നമുക്ക് ഈശ്വരനെ കണ്ടെത്താനായിട്ട് സാധിക്കും. അത്തരത്തിൽ നമുക്ക് ബന്ധങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം. നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ തിരിച്ചടികളും പരാജയങ്ങളും ഉണ്ടാകുന്ന അവസ്ഥകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഭൗതിക സാഹചര്യങ്ങളുടെ കുറവ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം.
അങ്ങനെ എല്ലാ മേഖലകളിലും ജീവിതത്തിൽ തിരിച്ചടികൾ കിട്ടുന്ന സമയത്ത് നമ്മളിലേക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരുന്നുണ്ടോ ദൈവം? നമ്മളിലേക്ക് ഈ പാരഡൈം ഷിഫ്റ്റിന് നമ്മൾ വിധേയപ്പെടുന്ന സമയത്ത് യു ആർ വാട്ട് യു അലോ എന്നുള്ളതാണ് നമ്മൾ പറയുന്ന കാര്യം. അതായത് നമ്മൾ അനുവദിക്കുന്നത് എന്തോ അതായിട്ടാണ് നമ്മൾ തീരുന്നത്. അപ്പൊ ആ സമയത്ത് അത് അനുവദിക്കണമെങ്കിൽ ഈ മാറ്റം കൊണ്ടുവരുന്നത് ആരാണ്? ദൈവികമായിട്ടുള്ള മാറ്റത്തിനാണ് നമ്മൾ അനുവദിക്കുന്നത്. ദൈവം കൊണ്ടുവരുന്നതായിട്ടുള്ള ഷിഫ്റ്റിനാണ് നമ്മൾ വിധേയപ്പെടുന്നത്. ദൈവം കൊണ്ടുവരുന്നതായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ വിധേയപ്പെടുന്നത്. ഈ വിധേയപ്പെടലിന്റെ ഫലമായിട്ട് നമ്മൾ ആത്യന്തികമായിട്ടുള്ള ജ്ഞാനോദയത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ആത്യന്തികമായിട്ടുള്ള ജ്ഞാനോദയത്തിലേക്ക് എത്തിച്ചേരുന്നതിന്റെ വഴി എന്ന് പറയുന്നത് എക്സ്പാൻഡ് കോൺഷ്യസ്നസ് തന്നെയാണ് എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. സോ സ്പിരിച്വൽ അവൈക്കനിങ് ആണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയുടെ തിരുനാളം എന്ന് പറയുന്നത്. ഭൗതികമായിട്ടുള്ള ലോകം ഏത് വിധത്തിൽ പോയിട്ടുണ്ടെങ്കിലും സ്പിരിച്വൽ അവൈക്കനിങ് അതിന്റെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയും ഇതാണ് കലിയുഗത്തിന്റെ അവസാനത്തിനെ പിന്നീട് വരാനിരിക്കുന്ന സുവർണ യുഗത്തിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറയുന്നത്. എത്ര മോഡേൺ ആണ്, എത്ര പുരോഗമനമാണ് എന്ന് പറഞ്ഞാലും അവിടെ ആത്മീയത എന്ന് പറയുന്ന ശക്തിയെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലൂടെ തിരിച്ചറിയാനായിട്ട് സാധിക്കാൻ, അല്ലെങ്കിൽ അതിനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉള്ള വ്യക്തികൾ, ഇവിടെയാണ് യഥാർത്ഥ സയന്റിഫിക് ടെമ്പറമെന്റ് ആണെന്നാണ് പറയുന്നത്. ഞാൻ സയൻസിനെ കുറ്റം പറയുന്നതല്ല. സയന്റിഫിക് ടെമ്പറമെന്റിനെ വളർത്തുക എന്നുള്ളത് ഒരു പൗരന്റെ കടമയാണ്. പക്ഷെ ആ സയന്റിഫിക് ടെമ്പറമെന്റും അതുപോലെ തന്നെ സയന്റിഫിക് ആണ് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപടി വിഴുങ്ങുന്നതും രണ്ടും വ്യത്യസ്തമാണ്. നമുക്ക് എപ്പോഴും ക്യൂരിയസ് ആയിരിക്കണം. ഒരു ചെറിയ കുട്ടിയെ പോലെ നമ്മളോട് ക്യൂരിയസ് ആയിരിക്കാനാണ് ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ള ജീനിയസുകൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെ മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് അത് തിരിച്ചറിയാനായിട്ട് സാധിക്കുക? അതിന്റെ ഒന്നാമത്തെ ലക്ഷണം യൂണിവേഴ്സ് ഈസ് ഷിഫ്റ്റിംഗ് യു എന്നതിൻ്റെത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്നതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്രതീക്ഷിതമായിട്ട് വരുന്നതായിട്ടുള്ള അവസരങ്ങൾ. ഇത്തരത്തിലുള്ള അവസരങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് വരുന്ന സമയത്ത് അതെടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. എന്നാൽ മാത്രമാണ് നമ്മളെ വിജയത്തിനു വേണ്ടി, യൂണിവേഴ്സിന് നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടി അലോ ചെയ്യുന്ന അവസ്ഥ സംജാതമാവുകയുള്ളൂ. ചില ആളുകൾ മാറ്റത്തിന് വിധേയമാവുകയില്ല, ഓപ്പർച്യൂണിറ്റി എടുത്ത് ഉപയോഗിക്കില്ല, അത് ഉപയോഗിക്കാനുള്ള ധൈര്യമില്ല. കാരണം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന സേഫ് സോണിൽ നിന്ന് മാറാനായിട്ട് പേടിയാണ്. സേഫ് സോണിൽ കൂടെ ജീവിതത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ പോകുമ്പോൾ ജീവിതം ഒരു കുഴലിൽ കൂടെ പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വന്ന് വളരെ വിശാലമായിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു പാതയിലേക്ക് പോകുന്ന അവസ്ഥയാണ് നമുക്ക് ജ്ഞാനോദയത്തിന്റെ അല്ലെങ്കിൽ എക്സ്പാൻഡഡ് കോൺഷ്യസ്നെസിന്റെ ആത്മീയതയുടെ വഴികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന ആത്മീയത എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള വിജയത്തിലൂന്നിയിട്ടുള്ള ആത്മീയതയാണ്. അല്ലാതെ എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്നതായിട്ടുള്ള മതങ്ങൾ പഠിപ്പിച്ചതായിട്ടുള്ള മനുഷ്യനെ പാവപ്പെട്ടവനും അവനുള്ളതെല്ലാം മതാചാര്യന്മാർക്ക് കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു ഏർപ്പാടല്ല നമ്മൾ പറയുന്ന ആത്മീയത എന്ന് പറയുന്നത്. നമ്മളുടെ കാണുന്ന ആളുകൾക്ക് അത് അറിയുന്ന കാര്യവുമാണ്. ഇവിടെ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മാറ്റം എന്ന് പറയുന്ന ഈ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് അതെടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. വലിയ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അവസരങ്ങൾ വരുന്ന സമയത്ത് തിരിച്ചറിയുക. ഒരു ബിഗ് ആയിട്ടുള്ള ഒരു ലോട്ടറി അടിച്ചതിനേക്കാളും വലിയ വിജയമാണ് ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത്. രണ്ടാമതായിട്ടുള്ള അടയാളം മാറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റിന്റെ അടയാളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു അടയാളം എന്ന് പറയുന്നത് മീറ്റിംഗ് റൈറ്റ് പീപ്പിൾ അല്ലെങ്കിൽ സ്പെസിഫിക് പീപ്പിൾ അറ്റ് റൈറ്റ് ടൈം എന്നുള്ളതാണ്. അതായത് കാണേണ്ട ആളുകൾ, എത്തിച്ചേരേണ്ട ആളുകളെ നിങ്ങൾ കൃത്യമായിട്ടുള്ള സമയത്ത് അവർ നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത്, ഓരോ പ്രായത്തിലൂടെ, ഓരോ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിട്ടുള്ള അവസ്ഥ. ചില സമയത്ത് ഈ വ്യക്തികൾ എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കരുത്. ചില ആളുകൾ ചിലപ്പോൾ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും വരുന്നത്. പക്ഷെ അവരുടെ ചലഞ്ച് കാരണം നമ്മൾ എന്ത് ചെയ്യാണ്? അടുത്ത സ്റ്റെപ്പിലേക്ക് വളരുകയാണ്. അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ചലഞ്ചിങ് ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. പക്ഷെ അതൊരു കേഴ്സ് പോലെയാണ് വരുന്നത്. ഒരു ശാപം പോലെ വരുന്നതായിട്ടുള്ള അനുഗ്രഹം പോലെ ചില വ്യക്തികളുടെ പ്രവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ മാറും. ചിലപ്പോൾ ആ വ്യക്തികൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആളായിരിക്കാം, ബഹുമാനിക്കുന്ന ആളായിരിക്കാം, ഉള്ളിൽ ആരാധന ഉണ്ടായിട്ട് പുറത്തു മറ്റൊരു രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരാളായിരിക്കാം, എങ്ങനെയും ആയിരിക്കാം. പക്ഷെ ആത്യന്തികമായിട്ട് ആ വ്യക്തി നിങ്ങൾ നശിക്കണം എന്നുള്ള വിചാരത്തോടെ, വെറുപ്പോടെയാണ് എന്തെങ്കിലും നിങ്ങൾക്കെതിരെ ചെയ്തതെങ്കിലും ഫലത്തിൽ നിങ്ങൾക്ക് എന്താണ്? അത് ഗുണമായിട്ട് വരികയാണ്. അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലെസ്സിങ് അസ് ബ്ലെസ്സിങ്, അനുഗ്രഹമായിട്ട് തന്നെ നമ്മുടെ മുന്നിൽ ചിലപ്പോൾ പ്രത്യക്ഷപ്പെടും. അപ്പോ ഈ പറയുന്ന ഷിഫ്റ്റ് ഹാപ്പൻ ചെയ്യുന്നതിന്റെ രണ്ടാമത്തെ ലക്ഷണമാണ് ആവശ്യമുള്ള ആളുകൾ ആവശ്യമുള്ള സമയത്ത് എത്തിച്ചേരുക എന്നുള്ളത്. നിങ്ങളിൽ ദൈവം ഷിഫ്റ്റ് നടത്തുന്നു എന്നുള്ളതിന്റെ മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്
നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ പെയിൻ എന്നുള്ളത് ഗ്രേസ് ആയിട്ട് മാറുകയാണ്. നിങ്ങളുടെ വേദന നിങ്ങളുടെ മഹത്വമായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണ്, മാറ്റപ്പെടുകയാണ്, ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. വേദന എന്ന് പറയുന്നത് നോ പെയിൻ നോ ഗെയിൻ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു വിത്ത് വളർന്നൊരു വൻമരമായിട്ട് ഫലം പുറപ്പെടുവിക്കുന്നത് മാറ്റത്തിന്റെ ഫലമായിട്ടാണ്. പക്ഷെ അത് വളർന്നു വരുന്ന വഴികളിൽ ഒരുപാട് ചലഞ്ചസിനെ അതിജീവിച്ച് കഴിയുന്ന സമയത്താണ് അതിനൊരു വൻ മരമായിട്ട് നിന്ന് ഫലം കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിൽ നിന്ന് നമ്മൾ വളർന്നു വരുന്നു, ഓരോ തവണ ഇവോൾവ് ചെയ്ത് വരികയാണ്. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കുന്നത് പ്രായം കൂടുന്തോറും നമുക്ക് ഡിറ്റീരിയറേഷൻ സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഡിക്ലൈൻ ആയിട്ടാണ്, നമ്മൾ കുറഞ്ഞ് നശിച്ചു പോവാണ് എന്നുള്ളത്. പക്ഷെ മനസ്സിലാക്കുക, പ്രായം കൂടുന്നതോറും നമുക്ക് വീര്യം കൂടിയാണ് വരുന്നത്. അത് വീഞ്ഞു പോലെയാണ്. ഓരോ ഏജ് കൂടുന്നതിന്റെ സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ റിഫ്ലക്ട് ചെയ്തും റിയലൈസ് ചെയ്തും അവസാനം നമ്മളൊരു മഹർഷിയുടെ ലെവലിലേക്ക് നമുക്കൊരു 45 വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് എത്തിച്ചേരും എന്നുള്ളതാണ്. നിങ്ങൾ പക്വതയുള്ള ഗ്രഹനാഥന്മാരെ നോക്കൂ, അവരെ സംബന്ധിച്ചിടത്തോളം വളരെ മൗനികളും വളരെ കാമുമായിരിക്കും. പക്ഷെ ആളുകൾ തമാശയ്ക്ക് പറയും അവർ ഭാര്യനെ പേടിച്ചതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെയല്ല. അതൊരു പക്വതയുടെ, ഒരു മച്യൂരിറ്റിയുടെ, ആത്മാവിന്റെ ഒരു റിയലൈസേഷന്റെ ഒരു അവസ്ഥയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ ചില അമ്മമാരെ കണ്ടിട്ടില്ലേ, വളരെ പക്വതയോടുകൂടി ബിഹേവ് ചെയ്യുന്നതായിട്ടുള്ള വ്യക്തിത്വങ്ങൾ. അതിന്റെ മറ്റു ചില ലക്ഷണങ്ങളിലൂടെ ഞാൻ ഇനി കടന്നു പോകുന്നുണ്ട്. ആ സമയത്ത് വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് പെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ മഹത്വത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. നമുക്ക് ഏജ് കൂടുന്തോറും നമുക്ക് ഒത്തിരി തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ടെങ്കിലും പെയിൻ വിൽ നോട്ട് ഹർട്ട് യു. കാരണം ഈ വേദന നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അവസരത്തിൽ തിരിച്ചറിയുകയാണ്, ഈ വേദന എന്ന് പറയുന്നത് മഹത്വമായിട്ട് മാറുന്ന കാര്യമാണ്. ഈ വേദന ഉണ്ടെങ്കിൽ പോലും ജീവിതകാലം മുഴുവൻ നിൽക്കുന്ന ചില മുള്ളുകൾ ചിലപ്പോൾ നമുക്കുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇത് വലിയ ഒരു അടയാളമാണ്. നമ്മളെ ദൈവം ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഹയർ ലെവൽ കോൺഷ്യസിലേക്കും അതുപോലെ തന്നെ ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്കും സെൽഫ് ആക്ച്വലൈസേഷനിലേക്കും ദൈവം നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളമാണ്. പണ്ടൊക്കെ വളരെ കുറഞ്ഞ ആളുകൾക്കാണ് സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്താൻ സാധിച്ചത്. ഇന്ന് നമുക്ക് ഈ ഷിഫ്റ്റ് അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ് പോലുള്ള കാര്യങ്ങൾ അറിഞ്ഞും അറിയാതെയും വേൾഡ് വൈഡ് ഹാപ്പൻ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിലേക്ക് എത്താത്തവരുടെ സഫറിങ് വളരെ അധികവുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ജീവിതം വളരെ ഈസി ആവുകയും ഭൗതിക ലോകവുമായിട്ട് മല്ലു പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രപഞ്ചത്തിന്റെ ഒഴുക്കിന് വിധേയപ്പെടാതെ അതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് മല്ലു പിടിക്കുന്ന സമയത്ത് വേദനകളും ഡിഫിക്കൽട്ടീസും കൂടി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതം അവർക്ക് നയിക്കേണ്ടി വരികയും ചെയ്യുകയാണ്. എന്നാൽ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു എക്സ്പാൻഡഡ് കോൺഷ്യസ്നെസ്, ബോധമണ്ഡല വികാസത്തിൽ കൂടെ എൻലൈറ്റൻമെന്റിലേക്ക് എത്തിച്ചേരാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. സോ പെയിൻ നോ ലോങ്ങർ ഹർട്ട് യു, യുവർ ക്രിയേറ്റർ ഓർ ദ അൾട്ടിമേറ്റ് സോഴ്സ് ഈസ് ഷിഫ്റ്റിംഗ് യു എന്നുള്ളതിന്റെ അടുത്തതായിട്ടുള്ള ഒരു അടയാളം എന്ന് പറയുന്നത് യു ആർ ഷെയറിംഗ് യുവർ സ്റ്റോറി വിത്തൗട്ട് ടിയർ എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണുനീരില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കഥ പങ്കുവെക്കാനായിട്ട് സാധിക്കുന്നു. ഒരു മനുഷ്യൻ ഭൂരിഭാഗ സമയങ്ങളിലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത്, അവന്റെ കഥ പറയുന്നത് 2 വേയിലാണ്. ഒന്ന്, അയാൾ എങ്ങനെ വിജയിച്ചു, തന്റെ വിജയകഥ. രണ്ടാമത്തേത്, അയാൾ എങ്ങനെ പരാജയപ്പെട്ടു അല്ലെങ്കിൽ ഇപ്പോഴും പരാജയത്തിൽ തുടരുന്നു. തന്റെ പരാജയത്തിന്റെ, വിഷമത്തിന്റെ, ദുഃഖത്തിന്റെ കഥകളാണ് കൂടുതൽ ആളുകളും പങ്കുവെക്കുന്നത്. വിജയത്തിന്റെ കഥ പങ്കുവെക്കുന്ന സമയത്ത് അതിനെ പൊങ്ങച്ചമായിട്ടാണ് ഭൂരിഭാഗം ആൾക്കാരും കാണുന്നത്. ചില ആളുകളുടെ പൊങ്ങച്ചം സഹിക്കാനും സാധിക്കുന്നതല്ല. പക്ഷേ ഒരുവന്റെ യഥാർത്ഥ വിജയത്തിന്റെ കഥ എങ്ങനെയാ ഷെയർ ചെയ്യുന്നത്? അവന്റെ ജീവിതം, അവൻ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവുന്ന സമയത്ത്, അവൻ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന സമയത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേഷൻ ഉദ്ദേശിക്കുന്നത് ഫോഴ്സ് ചെയ്യുക എന്നുള്ളതല്ല. ഫോഴ്സ് ചെയ്യുക എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. തന്റെ ജീവിതം വേറൊരാൾക്ക് എക്സാമ്പിൾ ആയിട്ട് കാണുന്നത് വഴി അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ട് വളരാനൊക്കെയുള്ള ഒരു ഗൈഡൻസ് അവരറിഞ്ഞോ അറിയാതെയോ കൊടുക്കുന്ന അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ വിജയകഥ എന്ന് പറയുന്നത്. അപ്പൊ മറ്റേത് രണ്ടും ശരിക്കും ദുഃഖകഥയാണ്. ഈ പൊങ്ങച്ചം എന്ന് പറയുന്നതും ദുഃഖകഥ തന്നെയാണ്. കാരണം അവൻ അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി അവൻ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൊങ്ങച്ചം പറയുന്ന സമയത്ത് ഒരു ചളിപ്പുണ്ട്, കേൾക്കുന്നവന്റെ കാര്യം വളരെ കഷ്ടമാണ്. അപ്പൊ ഈ പൊങ്ങച്ചം പറയുന്നതും അല്ലെങ്കിൽ ദുഃഖകഥകൾ ഷെയർ ചെയ്യുന്ന സമയത്ത്, ഇനി ഞാൻ യഥാർത്ഥ ദുഃഖത്തിന്റെ കാര്യത്തിലേക്ക് വരാം. ഇങ്ങനെ വിഷമം, ജീവിതത്തിലെ വളരെ വിഷമം മറ്റുള്ള ആൾക്കാരോട് പറയുന്ന സമയത്ത് വളരെ കരഞ്ഞോണ്ടായിരിക്കും ഭൂരിപക്ഷം ആളുകളും പറയുക. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കരഞ്ഞുകൊണ്ട് പറയുന്ന സമയത്ത് അവന്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. അവന്റെ ഇന്നർ വൂൺസ് ഇതുവരെ ഹീലായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ
എപ്പോഴാണോ നിങ്ങൾക്ക് ജീവിതത്തിലെ ആ വിഷമിച്ച കഥകൾ കണ്ണുനീരില്ലാതെ പറയാനായിട്ട് സാധിക്കുന്നത്, ആ സമയത്ത് നിങ്ങളുടെ മുറിവുണങ്ങി. കാരണം നിങ്ങൾ ഷിഫ്റ്റിന് വിധേയപ്പെട്ടു എന്നുള്ളതാണ്. മാറ്റത്തിന് വിധേയപ്പെട്ടത് കൊണ്ട് തന്നെ കണ്ണുനീര് കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വിഷമിപ്പിച്ച കഥ പറയുന്ന സമയത്ത് നിങ്ങൾ ഡെലിവറി ചെയ്യുന്നത് ദുഃഖത്തിന്റെ സന്ദേശമല്ല, മറിച്ച് നിങ്ങൾ അവിടെ നിന്ന് എങ്ങനെ കര കയറി എന്നുള്ളതാണ്. ആ കഥകൾ നിങ്ങളെ എന്താക്കി മാറ്റിയിരിക്കുന്നു? കൂടുതൽ ഇൻസൈറ്റ് ഉള്ള, കൂടുതൽ വിസ്ഡമുള്ള, കൂടുതൽ ജ്ഞാനമുള്ള വ്യക്തിയാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റം അതൊരു ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ ആയിട്ട് വേറൊരാളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിട്ടാണ് നിങ്ങളിൽ നിന്ന് അത് ഇമനേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്. അത് അവരെ റീചാർജ് ചെയ്യുകയും അവർക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഇൻസൈറ്റ്സ് ആയിട്ടും സ്റ്റെപ്സ് ആയിട്ടും വർത്തിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുകയാണ് നമ്മൾ. ദൈവം നമ്മളെ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ 5ാമത്തെ അടയാളം എന്ന് പറയുന്നത്, ഭൂതകാലത്തിൽ നമ്മളെ പെട്ടെന്ന് ട്രിഗർ ചെയ്യിച്ച ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. നമ്മളെ പെട്ടെന്ന് കോപിഷ്ഠനാക്കുന്ന, നമ്മളെ പെട്ടെന്ന് അധമ വികാരങ്ങൾക്ക് അടിപ്പെടുത്തുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളെ പെട്ടെന്ന് ഉണർത്തുന്ന, നമ്മുടെ ഉള്ളിലെ ദുഃഖത്തിനെ പെട്ടെന്ന് ഉണർത്തുന്നതായിട്ടുള്ള ട്രിഗർ ഫാക്ടേഴ്സ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വന്നിട്ടുണ്ടായിരിക്കും. ഈ കാര്യങ്ങൾ ഇവനെ വിഷമിപ്പിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചില ആളുകൾ നമുക്കെതിരെ അത് കൃത്യമായിട്ട് അമ്പുകൾ പോലെ പ്രയോഗിച്ചിട്ടുണ്ടായിരിക്കും. അന്നൊക്കെ ഓവർ റിയാക്ട് ചെയ്ത ട്രിഗർ ആയിക്കൊണ്ടിരുന്ന വ്യക്തിക്ക് ഇന്ന് നോ റെസ്പോൺസ്, അല്ലെങ്കിൽ വളരെ മീഡിയത്തില് വളരെ മാന്യമായിട്ട് മോഡറേറ്റ് ആയിട്ട് അയാൾക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ കാലത്ത് നിങ്ങളെ ട്രിഗർ ചെയ്യിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്നർ വൂണ്ടുകളായിരിക്കും ചിലപ്പോൾ നമ്മളെ പെട്ടെന്ന് ട്രിഗർ ചെയ്യാൻ കാരണമാകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ബലമില്ലാത്ത അവസ്ഥകളായിരിക്കും. അതിൽ നിന്നൊക്കെ മാറി നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയി എന്നുള്ളതിന്റെ ഒരു അടയാളവും കൂടിയാണിത്. ഈ ഒരു അടയാളമാണ് നമുക്ക് ഷിഫ്റ്റ് നടക്കുന്നു എന്നുള്ളതിന്റെ മറ്റൊരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കിലെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ നമ്മളെ ട്രിഗർ ചെയ്യിച്ചതായിട്ടുള്ള കാര്യങ്ങൾ മാറുന്നു. നമ്മൾ വളരെയധികം ആവശ്യമില്ലാതെ ക്യൂരിയസ് ആയിട്ടിരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിലെ ക്യൂരിയോസിറ്റി മാറുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ പല ആൻസൈറ്റികളൊക്കെ മാറിപ്പോകുന്നു. ഇതൊക്കെ ദൈവം നമ്മളിലേക്ക് ഷിഫ്റ്റ് കൊണ്ടുവരുന്നതിന്റെ മറ്റൊരു അടയാളമാണ്. നമ്മൾ കൂടുതലും മച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ആത്മാവായിട്ട് മാറുകയാണ് എന്നുള്ളതാണ് മറ്റൊരു രീതിയിൽ നമുക്ക് ഈ ഷിഫ്റ്റിനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് ഷിഫ്റ്റ് നടക്കുന്ന സമയത്തുണ്ടാകുന്ന അടയാളം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ആശയങ്ങളും ആഗ്രഹങ്ങളും ഒന്നും വേറൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. എ എന്ന് പറയുന്ന ആളും ബി എന്ന് പറയുന്ന ആളും ഒരേ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം. ഒരേ മതത്തിൽ വിശ്വസിക്കുന്ന എയ്ക്കും ബിക്കും സെഡ് വരെയുള്ള ആൾക്കാർക്കും ഇതിൽ ഓരോ വ്യക്തിയും ആ മതത്തിനെ മനസ്സിലാക്കുന്നത് പല നിലവാരത്തിലുള്ള പെർസെപ്ഷൻസ് വെച്ചുകൊണ്ടാണ്. ഒരേ രാഷ്ട്രീയ പാർട്ടിയിലും പ്രത്യയശാസ്ത്രത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ വന്നിരിക്കുന്നത് പല ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നാണ്, പല ലെവൽ ഓഫ് പെർസെപ്ഷൻ വെച്ചിട്ടാണ് ഇവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിക്കുന്ന സ്ഥലം, ജനിക്കുന്ന സമയം, അവന്റെ അച്ഛനും അമ്മയും, അതുപോലെ തന്നെ അവന്റെ കുടുംബത്തിലുള്ള ആളുകള്, അവന്റെ ബന്ധുക്കള്, അവന്റെ സൊസൈറ്റി, അവന്റെ പിയർ ഗ്രൂപ്പ്, അവൻ പഠിക്കുന്ന സ്കൂള്, കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിലെ അധ്യാപകരും മറ്റു സുഹൃത്തുക്കളും, അവൻ ജീവിതത്തിൽ ഇറങ്ങുന്ന സമയത്തുണ്ടാകുന്ന അവൻ കാണുന്നതായിട്ടുള്ള സമൂഹത്തിന്റെ അവനോടുള്ള പെരുമാറ്റം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുടെ ഒരു ആകത്തുകയായിട്ടാണ് ഒരു മനുഷ്യൻ അവന്റെ പഞ്ചേന്ദ്രിയത്തിൽ കൂടെ യുണീക്കായിട്ട് മനസ്സിലാക്കുന്ന കാര്യം, അവന്റെ യുണീക്കായിട്ടുള്ള ബ്രെയിൻ, എല്ലാവരുടെയും ബ്രെയിൻ ഒരുപോലെയല്ല, അവന്റെ യുണീക്കായിട്ടുള്ള ബ്രെയിൻ മനസ്സിലാക്കിയെടുക്കുന്നത്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് വേറൊരു മനുഷ്യൻ എന്റെ ആശയം നീ അതേപടി മനസ്സിലാക്കണം എന്ന് പറയാൻ സാധിക്കുക? ആ പറയുന്നവനൊരു വലിയ മണ്ടനല്ലേ? അങ്ങനെ ഒരിക്കലും സാധിക്കുകയില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരേ രീതിയിലുള്ള ഒരു മെമ്മറി ഡിവൈസിൽ നമ്മൾ ഒരേ രീതിയിലുള്ള ഡാറ്റ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് യൂണിഫോം ആണെന്ന് പറയാൻ സാധിക്കും. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥയുള്ള ഹ്യൂമൻ ബ്രെയിൻ, ഒരു കമ്പ്യൂട്ടർ മെമ്മറി ആയിട്ടൊക്കെ നമ്മൾ ബ്രെയിനിനെ ഉപമിക്കുന്നത് ചുമ്മാ സിംപ്ലിസിറ്റിക്ക് വേണ്ടി പറയുന്നതാണ്. അതിനേക്കാളുമൊക്കെ എത്രയോ കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മളുടെ ഭൗതികമായിട്ടുള്ള ഈ തലച്ചോറിന്റെ മാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ അതിനെ വ്യത്യസ്തമായിട്ടുള്ള ഈ തലച്ചോറും അതുപോലെ തന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഉള്ള മനുഷ്യൻ എങ്ങനെയാണ് വേറൊരുത്തന്റെ ആശയത്തെ തലയിലേറ്റ് നടക്കാൻ പറ്റുക? ഒരുത്തന്റെ തലയിലേക്ക് ഒരിക്കലും നമ്മൾ അടിച്ചേൽപ്പിക്കരുത്. ഒരുത്തന്റെ തലയിലേക്ക് നമ്മളുടെ ആശയങ്ങളും വിശ്വാസങ്ങളും എടുത്തു വെച്ചു കൊടുക്കരുത്. കാരണം ഓരോ മനുഷ്യനും വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അവൻ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ടുള്ള അവന്റെ ഫെനോമെനോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസ് ചെയ്തിട്ട് അവൻ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ടുള്ള യാഥാർത്ഥ്യവും ഒക്കെ വളരെയധികം വ്യത്യാസം ഉണ്ടാകും. നമ്മൾ കാണുന്ന ആംഗിളിൽ നിന്നല്ല വേറൊരാൾ കാണുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, പിന്നെ എങ്ങനെയാണ് ആളുകൾക്ക് ഒരേ ആശയത്തിൽ യോജിപ്പ് വരുന്നത്? ഈ യോജിപ്പ് വരുന്ന ആൾക്കാർ പോലും ആ ആശയത്തിനെ മനസ്സിലാക്കുന്നതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ നമ്മുടെ അടുത്തുള്ള ആശയത്തിനെ കൺവേ ചെയ്യാൻ സഹായിക്കുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ലാംഗ്വേജ്.
അപ്പൊ നമ്മൾ പറയുന്ന രീതി, അതുണ്ടാക്കുന്ന ഇമ്പാക്ട്, അതൊക്കെ നമ്മൾ വിചാരിക്കുന്ന കാര്യമാണോ അവൻ ഗ്രഹിച്ചെടുത്തത് എന്നുള്ളത് സംശയകരമാണ്. അതുകൊണ്ടാണ് ഓഷോയെ പോലെയുള്ള ചിന്തകരൊക്കെ പറയുന്നത്, ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ളതിന് ഞാൻ ഉത്തരവാദിയാണ്, അതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളതിന് ഉത്തരവാദിയല്ല എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മള് മിഡിൽ പാത്ത് ഈസ് ദ ഗോൾഡൻ പാത്ത് എന്ന് പറയുന്ന സമയത്ത്, ഗൗതമ സിദ്ധാർത്ഥ ബുദ്ധൻ അങ്ങനെ പറയുന്ന സമയത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹെർമറ്റിസിസത്തിലെ ഒരു പ്രിൻസിപ്പിളിന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെ അവിടെയും കാണാൻ പറ്റുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പൊളാരിറ്റീസ്, രണ്ട് എക്സ്ട്രീംസിലല്ലാതെ മിഡിൽ പാത്തിൽ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നിനും ബയാസ്ഡ് ആവാതെ പോകാനായിട്ട് സാധിക്കുകയാണ്. യഥാർത്ഥത്തിലുള്ള എക്സ്പാൻഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ദൈവത്തിനെ കുറിച്ചൊക്കെ എപ്പോഴും ചിന്തിക്കുന്ന സമയത്ത്, മഹർഷിമാരെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു മെഡിറ്റേഷൻ പോസ്റ്ററിലേക്ക് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏറ്റവും ശാന്തമായിട്ടുള്ള, കാമായിട്ടുള്ള, നോൺ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. ഓവർ റിയാക്ഷൻ ഇല്ലാത്തൊരു അവസ്ഥയാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുകയാണ്. ഈ ഒരു എക്സ്പാൻഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് മാത്രമാണ് മനുഷ്യനെ തമ്മിൽ മാച്ചിങ് ആക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അസെൻഡേഡ് മാസ്റ്റേഴ്സ് പല ആൾക്കാരും ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഒരുപാട് ഇത്തരത്തിലുള്ള മഹത് വ്യക്തികൾ പറഞ്ഞ കാര്യമൊക്കെ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ എല്ലാ എസൻസ് ഒന്നാണെന്ന് മനസ്സിലാവും. ഇവർ പറഞ്ഞ കാര്യങ്ങളെ കോപ്പി അടിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള മതങ്ങള് ഇവയുടെ എസൻസ് ഒന്നാണെന്ന് മനസ്സിലാകാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഇടയിൽ കൂടെ ചില കുബുദ്ധികളാണ്, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും കാര്യങ്ങൾ മതഗ്രന്ഥങ്ങളിൽ കയറ്റി എഴുതി വെച്ചിരിക്കുന്നത്. ഒരു മതഗ്രന്ഥത്തിൽ ഒരു കാര്യം പറഞ്ഞു എന്ന് കരുതി നമുക്ക് സത്യമാണെന്ന് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. സമശീതോഷ്ണവാനാകരുത് എന്ന് പറയുന്ന സമയത്ത്, മിഡിൽ പാത്തിൽ പോകരുത് എന്നൊരു മതത്തിൽ പറയുന്ന സമയത്ത്, ഈ മതത്തിന് വേണ്ടി നിലകൊള്ളുക, മറ്റവനെ ശത്രുവായിട്ട് കാണുക എന്നുള്ളൊരു ധ്വനി അവിടെയുണ്ട്. മനുഷ്യന്റെ ചേർക്കലുകളുണ്ട്. മതഗ്രന്ഥങ്ങളെ പോലെ തന്നെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾ വേറെയും ഇഷ്ടം പോലെയുണ്ട്. അപ്പോ ഈ കാര്യങ്ങളിൽ നമ്മൾ ഒരു ഗ്രന്ഥം, ഒരു മിഡിൽ മാൻ ദൈവത്തിന്റെ നമ്മുടെ ഇടയ്ക്ക് ആവശ്യമില്ല എന്നുള്ള തിരിച്ചറിവാണ് ഷിഫ്റ്റിന്റെ അവസാനത്തെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത്. നമ്മുടെ ഇടയ്ക്ക് ദൈവത്തിന്റെയും നമ്മളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് അതിന്റെ ഇടയ്ക്ക് ഒരു മനുഷ്യൻ കയറി വന്നാൽ എന്താ അതിന്റെ അവസ്ഥ? ഒരു ഗുരു ചിലപ്പോൾ എങ്ങനെയാണ് ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ദൈവത്തോട് എന്നിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ എന്നൊരു ഗുരു പറയുന്നുണ്ടോ? ഇല്ല. ഗുരു വഴി മാത്രമാണ് കാണിച്ചു തരുന്നത്. യഥാർത്ഥ ഗുരു കേട്ടോ. ഡ്യൂപ്ലിക്കേറ്റ് ഗുരുക്കന്മാര് ഒരുപാടുണ്ടായിരിക്കും. ഞാൻ ഇടയ്ക്ക് കയറി എന്ന് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്ന് പറയുന്ന ഗുരുക്കന്മാരുണ്ടാവും. അവര് ഗുരുവല്ല, അക്ഷരം മാറ്റി പറയേണ്ടതായിട്ട് വരും. അപ്പൊ ഇടയ്ക്കൊരു മിഡിൽമാന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇടയ്ക്കൊരു പുസ്തകമാണോ നിന്റെയും ദൈവത്തിന്റെ ഇടയ്ക്കുള്ള എല്ലാ സംഗതികളെയും തീരുമാനമാക്കുന്നത്? ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ആരൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ എഴുതി ചേർത്തു എന്നുള്ളതിന് കോമൺ സെൻസും ലോജിക്കും വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിലുള്ള അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ സോളിന്റെ ശബ്ദം മാത്രമാണ്, ഇൻഡ്യൂഷൻ മാത്രമാണ്. എക്സ്പാൻഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് എത്തുന്ന സമയത്ത് എത്തിക്സ്, മൊറാലിറ്റീസ്, വാല്യൂസ്, ട്രൂത്ത്, ലൈറ്റ്, ഇതിന്റെ പാത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ദൈവം നേരിട്ട് നമ്മുടെ ഗൈഡ് ആവുകയാണ്. നമ്മളിൽ ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾ ഏതെങ്കിലും മതത്തിൽ വിശ്വസിച്ചുകൊണ്ടോ അവിടെ നേർച്ച ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ ഒന്നുമല്ല. ഏതെങ്കിലും ഒരു മിഡിൽ മനുഷ്യൻ വന്ന് നിന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നിന്റെ മേത്ത് എന്തെങ്കിലും വെള്ളം തളിച്ചത് കൊണ്ടോ നിന്നെ കുളത്തി മുക്കിയത് കൊണ്ടോ ഒന്നുമല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ ദൈവത്തിനെ കൈയടിച്ച് വിളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ തേങ്ങ ഉടച്ചത് കൊണ്ടോ ഒന്നുമല്ല. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിനെ എയ്ഡ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. എയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നടന്നോട്ടെ. ആത്യന്തികമായിട്ട് ദൈവത്തിന്റെ മനുഷ്യന്റെ ഇടയ്ക്ക് ഒരു സംഗതിയുടെയും ആവശ്യമില്ല. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരുത്തം പറയുന്നുണ്ടെങ്കിൽ അവൻ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഫോഴ്സ് ആണ്. ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവത്തിനോട് നിങ്ങൾക്ക് കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടിയാണ് പണ്ട് ഞാൻ ചെറുപ്പത്തിൽ വായിച്ചൊരു ചിത്രകഥയിലെ ഒരു രംഗം എനിക്ക് ഓർമ്മ വരികയാണ്. വളരെ വലിയ രാമഭക്തനായിട്ടുള്ള ഒരു മനുഷ്യൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാമനാമം ജപിക്കുകയാണ്. അത് കേട്ട് കോപാകുലനായിക്കൊണ്ട് ഹനുമാൻ സ്വാമി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് ദേഷ്യപ്പെട്ട് പറയുകയാണ്, നീ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ദൈവനാമം അല്ലെങ്കിൽ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ആകെ പേടിച്ച് വിറച്ചുപോയി. പക്ഷേ പിന്നീട് ഈ രാമൻ അല്ലെങ്കിൽ ഈ ദൈവസങ്കല്പമാകുന്ന ശക്തി തന്നെ ഹനുമാനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഏത് സമയത്തും ആർക്കും ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ നമ്മൾ കിടന്നുകൊണ്ടാണെങ്കിലും ഇരുന്നു കൊണ്ടാണെങ്കിലും, കുട്ടിക്കാലത്ത് എപ്പോഴോ ഞാൻ വായിച്ചൊരു കഥയാണിത്. ഏത് ഗ്രന്ഥം ഏത് ഭാഗമെന്നൊന്നും ഓർമ്മയില്ലാതെ ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് വായിച്ച ഈ ഒരു ചിത്രകഥയിലെ ആ ചിത്രങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അയാൾ കുളിക്കുന്ന സമയത്ത് അയാൾ പ്രാർത്ഥിക്കുന്നതും അങ്ങനെ ഇദ്ദേഹം പറന്നു വരുന്നതായിട്ടും ഒക്കെയുള്ള രംഗങ്ങൾ. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, കിടന്ന് പ്രാർത്ഥിച്ചാലും ഇരുന്ന് പ്രാർത്ഥിച്ചാലും തലകുത്തി നിന്ന് പ്രാർത്ഥിച്ചാലും
വാഹനത്തിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിലും ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കരുത്. അത് നേരെ വേറൊരു വഴിയിലേക്കാണ് പോവുക. അപ്പോ നമ്മൾ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ എങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ദൈവത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സദാസമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണമെന്ന് തോന്നുന്ന നമ്മുടെ ആത്മാവ് അതിന്റെ വഴിയിലൂടെ നമുക്ക് അർഹതപ്പെട്ടത് എന്ന് തോന്നുന്ന സംഗതികളാണെങ്കിൽ, നമുക്ക് അർഹതയില്ലാത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവിഹിതമായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും നമുക്ക് അർഹതയുണ്ട്. അബൻഡൻസ്, സമൃദ്ധിക്ക് നമുക്ക് അർഹതയുണ്ട്. ലക്ഷൂറിക്ക് നമുക്ക് അർഹതയുണ്ട്. നമ്മൾ ഭൂമിയിൽ വന്നിരിക്കുന്നത് തന്നെ ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കാൻ തന്നെയാണ്. അല്ലാതെ അത് ധനാഢ്യന്മാർക്ക് മാത്രമുള്ളതാണെന്നൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ ധനാഢ്യന്മാരൊക്കെ റോങ് ആയിട്ടുള്ള പാതയിലാണ് ഈ ലക്ഷൂറിയസ് അവസ്ഥയിലേക്ക് എത്തിയതെന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ജനത അവരെ നോക്കിയിട്ട് വെറുതെ വിളിച്ചു പറഞ്ഞ് കരയുന്നതാണ്. ഒരു മനുഷ്യനെതിരെ ആരോപണം വരുന്ന സമയത്ത് ചില ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ ആരോപണത്തിലൂടെ ഈ മനുഷ്യനെ അങ്ങ് ക്രൂശിക്കും. ആരോപണം കൊണ്ട് എങ്ങനെയാ ഒരു മനുഷ്യനെ നമുക്ക് കുറ്റവാളിയാണെന്ന് കണ്ടെത്താൻ സാധിക്കുക? അവനെതിരെയുള്ള തെളിവുകൾ വന്ന് അവനെ നിയമവ്യവസ്ഥ ശിക്ഷിക്കാൻ കാര്യകാരണമായിട്ടുള്ള, അവിടേക്കാണ് ലോജിക്കിന്റെ ആവശ്യം. ഇതൊക്കെ വന്നാലല്ലേ അവനെ നമുക്ക് കുറ്റവാളിയാണെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് അടിച്ചേൽപ്പിക്കലുകളും ഫോഴ്സുകളും ഫ്രസ്ട്രേഷനും മാറ്റിക്കൊണ്ട് നമ്മുടെ ഇടയിൽ ഒരു മനുഷ്യനോ ഒരു പുസ്തകമോ ആവശ്യമില്ല, ഒരു മെത്തേഡോ ആവശ്യമില്ല. നമ്മുടെ പിതാവിനോട് നമുക്ക് സംസാരിക്കാനായിട്ട് ആരുടെയെങ്കിലും ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കാനായിട്ട് ആരുടെയെങ്കിലും ആവശ്യമുണ്ടോ? പരസ്പരം സ്നേഹിക്കുന്ന, വളരെയധികം സ്നേഹിക്കുക, അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള രണ്ട് വ്യക്തികൾ സംസാരിക്കുന്ന സമയത്ത് ആരുടെയെങ്കിലും ആവശ്യമുണ്ടോ? തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതാണ് മഹാവിജയം എന്ന് പറയുന്നത്. ജീവിതത്തിൽ താഴ്ചകൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ പരിഹാരങ്ങൾ ഉണ്ടാക്കി ഉയരുക എന്നുള്ളതാണ് മഹാവിജയം എന്ന് പറയുന്നത്. സദാസമയം ദൈവത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സിലേക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, എപ്പോഴും ഇതിന്റെ ഡാറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറക്കത്തിൽ ചിലപ്പോൾ സ്വപ്നമായിട്ട് വരെ ഈ സംഗതികൾ നിങ്ങൾ കണ്ടെന്നിരിക്കും. ഈ സ്വപ്നമായിട്ട് കാണുന്നതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. നിങ്ങളത് അച്ചീവ് ചെയ്യുന്നതിന്റെ പാതയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും, എന്തൊക്കെ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, നമ്മൾ സദാസമയം ഹയർ സെൽഫുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഉന്നതമായിട്ടുള്ള മഹത്വത്തിലേക്കും വിജയത്തിലേക്കും എത്താനായിട്ട് സാധിക്കും. ഒരു മിഡിൽ മാന്റെയോ നിങ്ങളുടെയും ദൈവത്തിന്റെ ഇടയ്ക്ക് ഒരു പുസ്തകം വെക്കുന്നതിനും അപ്പുറത്തേക്ക്. അപ്പൊ ഈ പുസ്തകത്തിൽ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് നമുക്കറിയില്ല. മിഡിൽ മാൻ ആത്യന്തികമായിട്ടുള്ള അറിവുള്ളവനാണോ നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ദൈവം എന്ന് പറയുന്ന അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് പറയുന്നത് എത്തിക്സ്, മൊറാലിറ്റീസ്, വാല്യൂസ്, സത്യം, ഇവയുടെ പിതാവാണ് എന്നുള്ളത്, എല്ലാത്തിന്റെ അൾട്ടിമേറ്റ് സോഴ്സ് ആണ് എന്നുള്ളത്, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്, അദ്ദേഹത്തിന്റെ ഭൗതികമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ആണ് ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്നുള്ളത്, അദ്ദേഹത്തിനോട് വളരെ സിമിലാരിറ്റി ഉള്ള അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ് നമ്മൾ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹവുമായിട്ട് താതാത്മ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. ഏതെങ്കിലും ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും രാഷ്ട്രീയ അതിർത്തികളുടെയും എല്ലാത്തിന്റെയും അപ്പുറത്തേക്ക് ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു ലക്ഷൂറിയസ് പ്ലാനറ്റ്, എല്ലാവർക്കും സ്പിരിച്വൽ അവേക്കനിങ് കിട്ടുന്ന ഒരു കാലം വരാം. കലിയുഗം എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു അവസാനം ഉണ്ടാകും. അത് നമ്മളിവിടെ ഉള്ളപ്പോഴോ ഇല്ലാത്തപ്പോഴോ ആയിരിക്കാം. നമ്മളിപ്പോ ഒരു ഭൗതിക മാനിഫെസ്റ്റേഷൻ എടുത്തുകൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള സിക്സ്ത് സെൻസിന്റെ ലെവലിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യപ്പെടും. അതിന് നമുക്കല്ല തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുക. നമുക്കാകെ തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നേടുക, എൻലൈറ്റൻമെന്റിലേക്ക് പോവുക. ബാക്കിയെല്ലാം ക്രിയേറ്റർ ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു സ്നേഹത്തിൽ, അദ്ദേഹത്തിനോടൊത്ത് നമുക്ക് ദൈവത്വത്തിലേക്ക് വളരാനായിട്ട്, ദൈവത്വത്തിന്റെ മക്കളായിട്ട് വെളിച്ചത്തിന്റെ പാതയിലൂടെ ആ വെളിച്ചത്തിലേക്ക് ഉയരുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.